സോ റാബിറ്റ് നമ്മളെ കയ്യിലുണ്ട്. സോ പീപ്പിൾ ചേട്ടാ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് അസർബൈജാനിലാണ്. അസർബൈജാനിൽ നമ്മൾ ക്യാപിറ്റൽ സിറ്റിയിൽ നിന്ന് വെറും 4 മണിക്കൂർ ട്രാവൽ ചെയ്താൽ എത്തുന്ന ഗഞ്ച എന്ന് പറഞ്ഞാൽ കഞ്ചാവ് എന്നല്ല, ഇവിടെ ഗഞ്ച എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ഈ ഗഞ്ചയിൽ നിങ്ങൾക്ക് ഏറ്റവും അറിയപ്പെടുന്ന ഒരാളുണ്ട്. ആരാന്നറിയോ? നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് എന്ത്, ലൈല മജ്നു എന്നുള്ള വലിയൊരു ലവ് സ്റ്റോറി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എല്ലാവർക്കും അറിയുന്ന ലൈല മജ്നു ലവ് സ്റ്റോറി. ഈ ലൈല മജ്നു എഴുതിയിട്ടുള്ള നിസാമി ഗഞ്ച എന്ന് പറയുന്ന ആള് ജനിച്ച സ്ഥലമാണിത്. ഗഞ്ച എന്ന് പറയുന്നത് അസർബൈജാൻ്റെ ഓൾഡ് ക്യാപിറ്റലായിട്ട് വരും. സോ ഈ ഗഞ്ചയിലുള്ള ഏറ്റവും നല്ല സ്റ്റുഡൻസിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വെറ്റിനറി ക്യാമ്പസിനകത്താണ് ഉള്ളത്. സോ ഈ വെറ്റിനറി സത്യത്തിൽ അസർബൈജാനിക്ക് ഒത്തിരി കുട്ടികൾ വരൽ തുടങ്ങിയിട്ടുണ്ട്. ബട്ട് കഴിഞ്ഞ വർഷം മുതൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് ഇന്ത്യയിൽ നിന്നും കുട്ടികൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. സോ വളരെ മിതമായ നിരക്ക്, അതായത് ഒരു 3000-3500 ആ ഡോളർ നിരക്ക്, അതായത് ഒരു 3 to 3.25 ലക്ഷം റുപ്യോളം ഫീസ് വന്നിട്ട് ഒരു 5 വർഷത്തേക്ക് ഏതാണ്ട് 15-16 ലക്ഷം റുപ്യക്ക് ഇവിടെ പഠിക്കുകയും ചെയ്യാം. പഠിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, 4th ഇയറിലോ 5th ഇയറിലോ ജർമ്മനിയിലോ എബ്രോഡോ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇൻറ്റേൺഷിപ്പും ചെയ്യാൻ പറ്റും. സോ അത്ര നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ്. പ്ലസ് ഇത് ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയാണ്. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മൊത്തത്തിൽ ഈ വീഡിയോസിനകത്ത് ഞാൻ കവർ ചെയ്യാൻ പോകുന്നത് ഈ യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങളും ഇവിടുത്തെ ക്യാമ്പസ് ഫെസിലിറ്റീസും പിന്നെ മൃഗങ്ങളെ കാണിക്കുന്നതും ഇവിടുത്തെ ഫീൽഡ്സും ഇവിടുത്തെ ക്വാളിറ്റി മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. സോ കം വിത്ത് മീ. സോ നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഒരു ഒക്രാനെ കാണാൻ പറ്റും. ഒക്രാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടന്മാരാണ്. സോ നമ്മളിവിടെ വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ നമുക്ക് ഉള്ളിലോട്ട് പോകുമ്പോൾ ഇതാണ് ഒരു വെറ്റിനറി ക്യാമ്പസ് കാണുന്നത്. സോ ഈ വെറ്റിനറി ക്യാമ്പസ് ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. അതായത് കുറേ ഫീൽഡ്സും പിന്നെ മരങ്ങളും പാടങ്ങളും മൃഗങ്ങളും അതിൻ്റെ ആലയങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുക. വളരെ നല്ല ഭംഗിയുള്ളൊരു പ്രദേശം. സോ അങ്ങനെയാണ്. So who is this? This is the main start of the building. Here only the veterinary. No, I am asking about this particular person. He is the president of Azerbaijan. What is the name? He is a late president, and now his son is the president now. So it's a monarchy. He is Hyder Ali. Hyder Ali. So നമ്മളെ ബാക്കു എയർപോർട്ടിൻ്റെ പേര് ഹൈദർ അലി ബാക്കു എന്നാണ്. സോ ദാറ്റ്സ് ഹൈദർ അലി, വെരി പ്രസ്റ്റീജിയസ് ഹൈദർ അലി വി ക്യാൻ സേ. സോ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. ഫാക്കൽറ്റേറ്റ് ബൈതാർലിക് ഫാക്കൽറ്റീസ്. സോ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളത്? What all things inside? Inside we have labs, we have museums, we have animals. നമ്മൾ സ്റ്റുഡൻസിന് പഠിക്കുന്നതിന് ഭാഗമായിട്ട് നമ്മൾ അനിമൽസിൻ്റെയും കൾട്ടിവേഷൻ്റെയും ക്രോപ്സിനൊക്കെ കുറിച്ച് ചെയ്യൂലേ, അതിൻ്റെ സ്റ്റഡി നടത്തുന്ന സ്ഥലമാണ് ഇവിടെ. ഓക്കെ. സോ നമുക്കിവിടെ ഡോഗ്സിനെ കാണാം, പശുവിനെ കാണാം, പിന്നെ ലബോറട്ടറി ഫെസിലിറ്റീസ് കാണാം. സോ ഇവിടെ ഒരുപാട് റൂംസ് ഉണ്ട്, ഒരുപാട് ലബോറട്ടറി ഫെസിലിറ്റീസ് ഉണ്ട്. മൊത്തത്തിൽ നമുക്ക് 4 നില ഉണ്ട്. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ എന്താ ഉള്ളതെന്ന് കാണാം. This is first floor. We have labs here itself. So this is our ground floor. We have 3 rooms here. And okay. Can we go to any lab now? Yeah, cafeteria there. So ഇവിടെ ഒരു കഫറ്റീരിയ ഉണ്ട്. പക്ഷെ നമ്മൾ ആ കഫറ്റീരിയ ആൾറെഡി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ ഹോസ്റ്റലിൻ്റെ കൂട്ടത്തിൽ കാണിക്കാം. ഇപ്പം നമ്മൾ ഈ ഹാളിൽ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്, നമുക്ക് ലബോറട്ടറിയിലോട്ട് പോവുകയാണ്, ഇവരുടെ ലാബും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് വെറ്റിനറി ലാബ്സും മറ്റു കാര്യങ്ങളൊക്കെ കാണാം. സോ ഇവിടെ കുറേ മിലിറ്ററി ഉദ്യോഗസ്ഥരുടെ ഫോട്ടോ വെച്ചിട്ടുള്ളതുണ്ട്, നമുക്കതൊക്കെ കാണാം. സോ അവരുടെ നാട്ടിലെ വീരനായകന്മാരാണ്. നമ്മൾ ഇവരുടെ ലബോറട്ടറിയും കാണാൻ വേണ്ടി പോവുകയാണ്. സോ ലെറ്റ്സ് ഗോ. Anatomy lab. സോ ഇത് അവരുടെ സ്റ്റുഡൻസ് നമ്മൾ ചെയർസും ചർച്ച ചെയ്യുന്ന സ്ഥലമാണ്. ഹായ്, വാട്ട്സ് യുവർ നെയിം? My name is Aisha. Aisha. She is our coordinator. Coordinator. Nice to meet you, Aisha. Please say hi to our people. So you are welcoming for Indian students, right? You are waiting. Hindustan the Talaba Burda. Yes. Yeah. So just welcome them. Okay. So we are just entering the veterinary campus into ഉള്ളിലോട്ട് പോവാണ്. So നമുക്ക് ആ സൈഡൊക്കെ കാണാൻ പറ്റും. So let's go inside.
So here is the anatomy lab, like the whole lab. സോ നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ലാബും കാണാൻ പറ്റും. അവിടെ നമുക്ക് കോഴിയിൽ നിന്ന് തുടങ്ങാം. കോഴിയുണ്ട്, പിന്നെ ലിസാർഡ്സ് ഉണ്ട്, ഫിഷസ് ഉണ്ട്, പിന്നെ ചെറിയ ചെറിയ മൃഗങ്ങളുണ്ട്, തുടങ്ങിയ These are എല്ലാത്തിനും real, ഫോസിൽസ് ഉണ്ട്. preserved skeletons of. പിന്നെ ഇതൊക്കെ പ്രിസർവ്ഡ് ആയിട്ടുള്ള OG സ്കെൽട്ടൻസ് ആണ്. സോ വാട്ട് ഈസ് ദാറ്റ് ബ്രദർ? That's the placenta, like everything in the cow stomach and everything. You'll get that. പ്രസന്റ് അല്ല. No, not the placenta, intestine. ആ ഓക്കെ, ഇത് ഇൻഡസ്ട്രീൻ്റെ ഭാഗമാണ് ഒരെണ്ണം ഉണങ്ങി കിടക്കുന്നത്. സോ ഓരോ മൃഗങ്ങളെ നമുക്ക് കാണാൻ പറ്റും. ഇറ്റ്സ് കൗ റൈറ്റ്? Yeah, cow. വാട്ട് ഈസ് ദിസ്? Yeah, this is horse, like ആ, the horse. നമ്മൾ കുതിരയുടെ ഉൾഭാഗം കണ്ടിട്ടില്ലാത്തവർക്ക് എന്ത് ചെയ്യുക, കുതിരനെ കാണാം. Male, female. സോ ദിസ് ഇസ് ഓൾസോ ഹൗസ് റൈറ്റ്? Ah, that's the hind limbs of horse. Like Yeah. the ഇത് ഹോസിന്റെ ആണ്. സോ ഇവിടെ പിന്നെ കുറച്ച് മനുഷ്യന്മാരുടെ കൂടി വെച്ചിട്ടുണ്ട്. മേ ബി എനിക്ക് തോന്നുന്നു കമ്പയർ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും മേ ബി. സോ ഇത് ഷീപ്പ്, അതായത് നമ്മളെ നാട്ടിൽ ആടിന്റെ കാലും പീസസും പിന്നെ പറഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് കോമൺ ആയിരിക്കും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആട്ടുകറിയിൽ കഴിക്കുന്നതാണ്. പക്ഷെ എന്നാലും ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ horse. ഹോഴ്സ് ഒരു And കുതിരയാണ് that അത്. Fox. ഫോക്സ്, യാ, ഒരു നമ്മുടെ കുറുക്കൻ എന്നൊക്കെ പറയും, കുറുക്കനെ കാണാം. സോ ഈ സൈഡിൽ ഇത് That's donkey. ഡോങ്കി, നമുക്ക് കഴുതയെ കാണാം. ഇത് ഇതിന്റെ തോല്. ഇത് എന്തിന്റെ തോല? കഴുതയുടെ ആണ്. Can I touch it? No? Yeah, this is the original skin of that this thing. സോ കഴുതയുടെ സ്കിന്ന് സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ യു ക്യാൻ ഗോ ഇൻസൈഡ്. കം. ഇത് അവരുടെ രണ്ടാമത്തെ ലബോറട്ടറിയാണ്. സോ ഇവിടെ മനുഷ്യന്മാരുടെ ശരീരഭാഗങ്ങൾ ഒരു സൈഡിൽ ഡെമോ, പിന്നെ സൈഡിൽ വെറ്റിനറിയുടെ മൃഗങ്ങളെയും കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇങ്ങനെ കമ്പയർ ചെയ്ത് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നതാണ്. സോ കം ഹിയർ, നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ബോൺസും കാര്യങ്ങളൊക്കെ കാണാം. സോ അവിടെ നമ്മൾ ഒറിജിനൽ സാധനങ്ങൾ കണ്ടു, ഇവിടെ അതിൻ്റെ ആർട്ടിഫിഷ്യലി സ്റ്റുഡൻസിന് പഠിക്കാനുള്ളതാണ്. സോ രണ്ടും പാടെ കമ്പയർ ചെയ്തിട്ട് അവർക്ക് പഠിക്കാൻ പറ്റും. സോ ഇത് എങ്ങനെയൊക്കെയാണ് അവരുടെ മസിൽസും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. നെർവ്സ് എങ്ങനെ പോണത്, മസിൽസ് എങ്ങനെ പോണത്, ബോൺസ് എങ്ങനെ പോകണമെന്നൊക്കെ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. സോ വാട്ട് ഈസ് ദിസ് പാർട്ട് നെയിം? These are the കഴിഞ്ഞാൽ ലങ്സ് these are the ആണ്. livers and this liver part. ഇത് ലിവറാണ്. പിന്നെ താഴെ കാണുന്നത് ലങ്സ് ഏരിയ ആണ്. These are the livers. ഇത് പശുവിന്റെ Here are the lungs. Yeah. This is the whole, like the full structure, how inside it is. Yeah. And here are the kidneys. സോ കിഡ്നീസ് നമുക്ക് കാണാം, ലിവർ കാണാം, ലങ്സ് കാണാം. സോ മൊത്തത്തിൽ ഇത്ര വലുപ്പമുണ്ട് ഈ ഒരു സാധനത്തിന്, പശുവിൻ്റെ ഉള്ളിലുള്ള സാധനം. സോ ഇങ്ങനെ ഒരുപാട് പാർട്സുകളുണ്ട്, നമ്മൾ എല്ലാത്തിലോട്ടും പോകുന്നില്ല. സോ വി ആർ ഗോയിങ് ഫോർ ദ നെക്സ്റ്റ് തിങ്സ്. സോ ഇവിടെ ഒരു കിഡ്നിയുടെ ഭാഗം കൊടുത്തിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റും, 2 വൃശ്ചികം. സോ നമുക്ക് വി ആർ ഗോയിങ് ഔട്ട് സൈഡ് റൈറ്റ്. സോ ഹായ്. In the stand. ഹായ്. Как dela? They don't know Russia, right? No. There is no Russia. They speak Russian. Everyone speak Russian. Here are the common language: Russian, Turkish, and Azeri. This is original. No, this is that this thing, wild pig. Wild pig. Yeah, the pig which is like, what do you say, Ah. with the horns. Yeah, I The understand. horn. And the people eat that? Yeah, here Christians Hi, are man. there, so സോ ഇവിടെയാണ് സ്റ്റുഡൻസിന് ലെക്ചർ പഠിപ്പിക്കുന്നത്. അതായത് സ്റ്റുഡൻസ് ഇവിടെ എല്ലാം വട്ടത്തിലിരിക്കും, എന്നിട്ട് അവർക്ക് ഡിസ്കഷനും പഠിപ്പിക്കലും ക്ലാസ് എടുക്കലൊക്കെ ഇവിടെ ആയിരിക്കും. അപ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ബോർഡ് ഉണ്ട്, അതിനകത്ത് വൈറ്റ് ബോർഡിൽ എഴുതും, പിന്നെ അതിനകത്ത് പ്രസൻറ്റേഷൻ ചെയ്യും, പിന്നെ ടീച്ചേഴ്സിന് അവിടെ ഇരിക്കുക, പിന്നെ അവിടെ പ്രസൻറ്റേഷൻ ചെയ്യാനുള്ള സെമിനാർ ഹാൾസ് ഉണ്ട്. സോ ഇത്രയാണ് ഇതിൻ്റെ ഒരു ക്യാമ്പസിൻ്റെ ഉള്ളിൽ നമ്മൾ കാണിക്കുന്നത്. സോ നോ വി ക്യാൻ ഗോ ഫോർ ദി ഫാംസ്. സോ നമ്മളിനി റിയൽ എനിമൽസിനെ കാണാൻ വേണ്ടി പോവാണ്. സോ ലെറ്റ്സ് ഗോ ദർ. In veterinary, we not only study about animals, but also we study about first agriculture start also. of the നമ്മളിവിടെ എനിമലിന്റെ നിർത്തുന്ന സ്ഥലത്തോട്ടാണ് വന്നിട്ടുള്ളത്. ഹായ്, കാക്തല salam. സൗത്ത്. ഓക്കെ, സോ ഫസ്റ്റ് വി ഗോ ടു വിച്ച് റൂം ഇസ് ദിസ്? Oh, സോ നമ്മൾ ഫസ്റ്റ് കോഴികളും കാര്യങ്ങളൊക്കെ കാണാനാണ് വന്നിട്ടുള്ളത്. this is that. ഇത് കോഴികളല്ല കേട്ടോ. Where is this incubation area? Yeah, this is for incubation and everything. Which animal is this? These are that wild hens which you say. Quails. What is this? And these are hamsters. The guinea pigs. നമുക്കിവിടെ ഹാംസ്റ്റേഴ്സിനെ കാണാൻ പറ്റും. സോ
അവർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട് ഇവിടെ. പിന്നെ നമുക്ക് ഈ സൈഡിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പക്ഷികൾ These are the കുഞ്ഞുങ്ങളെ quails, കാണാൻ പറ്റും. the Quails, wild birds, that's a quails. നമുക്ക് quails. quailsനെ കാണാൻ പറ്റും. സോ വാട്ട് ഈസ് ഹിയർ? Here it's like the feed and everything. ഇവിടെ ഫീഡും കാര്യങ്ങളൊക്കെ വെക്കുന്ന These are the സ്റ്റോറേജ് ആണ്. rabbits. ഇവിടെ കുറച്ച് ഫിഷിനൊക്കെ ഇടാൻ പറ്റുന്ന Now they have പോൺസ് ആണ്. പിന്നെ ഇവിടെ നമുക്ക് റാബിറ്റ്സിനെ കാണാൻ പറ്റും. inside there is a big farm. Yeah. This farm is inside. റാബിറ്റിനെ നമ്മൾ പുറത്ത് വെച്ചിട്ടുണ്ട്. സോ കുറച്ച് റാബിറ്റ്സിനെ, ഈ റാബിറ്റിനെ കൂടുതൽ ഇവർ യൂസ് ചെയ്യുന്ന പറയുന്നത് ഒരു ശരീരം ഏറ്റവും നന്നായി പഠിക്കാൻ പറ്റുന്നത് റാബിറ്റിലൂടെ എത്ര. അപ്പോൾ റാബിറ്റ് ഇവിടെ കോമൺ ആയിട്ട് അവർ യൂസ് ചെയ്യാറുണ്ട്. സോ പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ലൈഫ് സ്റ്റോക്സ് മറ്റേ മൃഗങ്ങൾക്കുള്ള ഭക്ഷണവും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. പിന്നെ റാബിറ്റിന് സ്വന്തമായിട്ട് ഇവിടെ ഒരു ഫാം ഉണ്ട്. ലെറ്റ്സ് ഗോ. സോ ഇവിടെ റാബിറ്റ്സിനെ അവർ വളർത്തുന്നുണ്ട്. സോ റാബിറ്റ്സിനെ വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓരോ റാബിറ്റിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ കൂടി സെപ്പറേറ്റ് ഉണ്ട്. സോ കുറെ റാബിറ്റ്സ് ഉണ്ട്. റാബിറ്റ്സ് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ വെച്ചിട്ട് പഠിക്കാൻ Small rabbits, you want to take a video like that? ഓക്കെ. സോ നമുക്ക് ഒരു റാബിറ്റിനെ കയ്യിലെടുത്തിട്ട് തന്നെ എന്ത് ചെയ്യാം, വീഡിയോ ചെയ്യാം. സോ ബ്രോ ഇറ്റ്സ് ഗോ. ഇറ്റ് വോണ്ട് ഗോ ഔട്ട് സൈഡ്. Yeah, no. വൈ? Fine. These are the whole rabbit farms. സോ You can touch from the ears, like you can hold it. സോ റാബിറ്റ് നമ്മളെ കയ്യിലുണ്ട്. സോ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ വാനിക്കുമോയെന്ന് അറിയില്ല, പക്ഷെ റാബിറ്റ്സിനെ എല്ലാവരും ഇങ്ങനെയാണ് പിടിക്കാറുള്ളത്. സോ യു ക്യാൻ ടേക്ക് ഇറ്റ്. It's fine that if you are... Yeah, that from actually the rabbits are holded by that, like that, like So you it's will not scratch our hands or something like that. So it's better to keep Yeah, here. from the ears. So they also feel safe. Yeah, that's But we their- may think that if we hold their No, ears, no, it no, may no. difficult. No. In cats we hold like that. In rabbits we hold it like this. Yeah. So it's supported, right? Ah, this So- is the pigeons. നമുക്ക് അവിടെ പ്രാവുകളെ കാണാം, വെള്ള പ്രാവുകൾ. സോ അതിനെ കുറിച്ചിട്ട് പഠിക്കാൻ പറ്റും. സോ ഇപ്പോൾ ഇവിടെ നമുക്ക് ഹെന്നിനെ കാണാം. സോ ഇതൊക്കെ കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാനുള്ളതാണ്. എനിക്ക് തോന്നുന്നു വെറ്റിനറി ആയതുകൊണ്ട് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ കൊടുക്കണോണ്ടും കുഴപ്പമില്ല. ഈ മറ്റേ മനുഷ്യന്മാരുടെ ശരീരത്തിനേക്കാളും സേഫ് ആണല്ലോ. അതുകൊണ്ട് എല്ലാ മൃഗങ്ങളും ഉണ്ട്, ഏതിന് വെച്ചിട്ടാണെങ്കിലും പഠിക്കാം. വിച്ച് ഈസ് ദിസ് എനിമൽ? This is different species of hens. ഇത് കോഴിയുടെ വേറൊരു വിഭാഗമാണ്. സോ ഇത് And here these are the normal hens. We നോർമൽ use it ഹെൻസ്, for അതായത് practice. നമ്മൾ കാണുന്ന നാട്ടിൽ കാണുന്ന നോർമൽ ഹെൻസ്. ഇനി നമ്മൾ പശുത്തൊഴുത്തിലോട്ട് പോവുകയാണ്, നമ്മളെ മെയിൻ സാധനം. Other cows are going for some checkups or something like that. സോ ഇവിടെ ഒരുപാട് പശുക്കളുണ്ട്. സോ ഇന്ന് അവർ ചെക്കപ്പിന് വേണ്ടിയിട്ടും പിന്നെ കുറച്ചെണ്ണത്തിനെ ഫീഡ് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് വിട്ടിരിക്കുകയാണ്. സോ ഇവിടെ ഒരു കവ് എന്ത് ചെയ്യാണ്, ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ സോ കവ് ഭക്ഷണം കഴിച്ചോട്ടെ. ക്യാരി ഓൺ നമുക്ക് ഈ സൈഡിലോട്ട് പോകാം. കം. സോ ഇവിടെ ഷീപ്പിനെ നമുക്ക് കാണാൻ പറ്റും. ഷീപ്പ് ഇറ്റ് വോണ്ട് കം ഹിയർ. No, it's like സോ നമുക്ക് ഷീപ്പിനെ കാണാൻ പറ്റും. അതും ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ്. ക്യാരി ഓൺ. സോ നൗ വി ഗോ. ഫിനിഷ് റൈറ്റ്. ബൈ. നൗ വേർ വി ആർ ഗോയിങ് നെക്സ്റ്റ്? now we are going for this thing, the fish. ഇനി നമ്മൾ ഫിഷിനെ കാണാൻ വേണ്ടി പോവാണ്. ഫിഷിന് വേറെ പേര് അറിയില്ല, പിസിക്കൾച്ചർ ഓർ അക്വാകൾച്ചർ? Pisciculture. പിസിക്കൾച്ചർ. സോ That's where you cultivate fish. കൾട്ടിവേറ്റ് ഫിഷ്. That's pisciculture. ഓക്കെ. ആൻഡ് നമ്മൾ ഫിഷിനെ കുറിച്ചിട്ട് പഠിക്കാൻ വേണ്ടി വന്നിട്ടാണ്. യു ആൾസോ കം വിത്ത്. സോ ഇവിടെ എല്ലാ തരത്തിലുള്ള ഫിഷും അവൈലബിൾ ആണ്. സോ നല്ല ഭംഗിയുള്ള ഫിഷസ് ആണ്. സോ ഒരുപാട് ഫിഷ് ടാങ്ക്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സോ വിച്ച് ഫിഷ് ഈസ് ദിസ്? This I don't know exactly because we didn't reach to this part. But according to me, it's like that caviar, which we extract the caviar. Caviar we are getting from this? This kind of fishes are there. So it's very expensive fish. These are very expensive. സോ നല്ല വിലപിടിപ്പുള്ള ഫിഷാണ്. കാവിയർ കഴിക്കൂല നമ്മൾ, ചെറിയ മണികളായിട്ട് ബിസിനസ് ക്ലാസ് ഫ്ലൈറ്റിലും പിന്നെ വലിയ ലക്ഷറി റെസ്റ്റോറൻറ്റ്സിലൊക്കെ കിട്ടുന്ന അതിനെ ഉണ്ടാക്കുന്ന ഫിഷസ് ആണിത്. സോ നമുക്ക് എവറിത്തിങ് ഈസ് സെയിം ഹിയർ, റൈറ്റ്? Yeah. ബിവെയർ ഓഫ് ദ ഫോൺ. ഓക്കെ, ന്യൂ ഫോൺ. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ഫിഷസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. This one another suckers, I guess. This is suckers, right? We have different species in the same row.
Like it looks same, but they are different. And the species. fish also have same brain like Yeah, these what are is the small ones. and the fish also feels same as their cage? No, No. not like that. Fish they won't. They Sir. only settle to their habitat. If they are getting that habitat, that everything, because the oxygen, the flow, and everything, the oxygen in between, you can see there. Yeah, yeah. That's the oxygen. Mm. So, So they that's feel fine. home. So not Because like animals. for animals also, if from the start of the time, if they feel like everything is given to them which they need, then it will feel like home. But there, where you saw in the video, some people just isolate them, like keep in the cage every time. We should not do that. So we are also keeping here like Yeah, but they are isolated. Like if they have some health issues, they should be kept separate. that. So that's why it's kept Yeah, outside, right? that should be separate. Otherwise, we saw the form. It's everything like everyone are kept together. സോ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള മീനുകളെ കാണാൻ പറ്റും ഫിഷുകളെ സോ അപ്പോൾ അത് സേഫായിട്ട് പോയേ കൊണ്ടുപോകും സോ വി ക്യാൻ ഗോ ടു ദിസ് സൈഡ് സോ വളരെ വലിയ ഫാമും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് വാട്ട് ഇസ് These are also the fishes of the year. സോ ലെറ്റ്സ് ഗോ ഹിയർ These are the different species. വാട്ട് ബ്രദർ These are different species. യാ യാ നമുക്ക് ഒരുപാട് ഡിഫറെൻറ്റ് തരത്തിലുള്ള ഫിഷസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് സോ ഇത് അവരുടെ അഗ്രികൾച്ചറൽ എക്യുപ്മെൻറ്റ്സ് ആണ് ലൈക്ക് നമ്മൾ പ്ലോ ചെയ്യാനും സ്യൂ ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്ന അഗ്രികൾച്ചർ എക്യുപ്മെൻറ്റ്സ് ആണ് ഇവിടെ ട്രാക്ടേഴ്സ് കാണാം പിന്നെ നിലം ഉഴുതുമറിക്കുന്ന സാധനങ്ങൾ കാണാം മെഷീനറീസ് കാണാം സോ ഇത്രയൊക്കെയാണ് ഇവിടെ തന്നെ അസർബൈജാനി സ്റ്റുഡൻസും പഠിക്കുന്നുണ്ട് സോ അത്ര അവരുടെ നാട്ടിലെ കുട്ടികൾ പഠിക്കുന്ന സെയിം ക്യാമ്പസിലാണ് എന്ത് ചെയ്യുന്നത് നമ്മളും പഠിക്കുന്നത് സോ ആ രീതിയിൽ ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് നമുക്ക് നിസ്സംശയമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും പറയാൻ പറ്റും സോ ലെറ്റ്സ് ഗോ ഹിയർ സോ ദർ ഇസ് എ ബിഗ് tractors. What is for what that is Rambo? These all they are teaching for the agriculture students. That's why they are used for. These are for harvesting. Yeah. These crops and everything. So This we have in India also. yeah applause. സോ ഇവിടെയുള്ള ഓരോ മെഷീനറി ട്രാക്ടേഴ്സും പിന്നെ വണ്ടികളൊക്കെ നിർത്തിയിട്ടിട്ട് അതിൻ്റെ പർപ്പസ് എന്താണ് എന്നുള്ളതൊക്കെ വളരെ വൃത്തിയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അവർ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് സോ മോസ്റ്റ് ഓഫ് ദ ടീച്ചേഴ്സ് ആൾവേസ് സ്പീക്ക് ഇംഗ്ലീഷ് ഓൺലി റൈറ്റ് Yeah, 100% English. we have separate batches. Like for English, we have separate teachers for English. Yeah. For Azri, we have their local language separate. സോ ഇവിടെ സെയിം ക്യാമ്പസ് എല്ലാം സെയിം ആണ് അതിനകത്ത് അസർബൈജാനി ലാംഗ്വേജസിൽ ഗ്രൂപ്പ്സ് ഡിവൈഡ് ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഗ്രൂപ്പ്സ് ഡിവൈഡ് ചെയ്തിട്ട് സെയിം ഫെസിലിറ്റിയിൽ പഠിപ്പിക്കുന്നുണ്ട് We have the local students സോ also. ഏതെങ്കിലും സ്റ്റുഡൻസിന് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പഠിക്കണമെങ്കിൽ അവരും എന്ത് ചെയ്യാറുണ്ട് ഇവരുടെ ഗ്രൂപ്പിൽ വന്നിട്ട് പഠിക്കാറുണ്ട് സോ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ സോ ലെറ്റ്സ് ഗോ നമുക്കിനി ഹോഴ്സിനും പിന്നെ കഴുതനൊക്കെ കാണാൻ പറ്റും ലെറ്റ്സ് ഗോ ദേ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അതായത് വെറ്റിനറി യൂണിവേഴ്സിറ്റി ഇൻ ഗഞ്ചത്തെ ഹോസ്റ്റലിൻ്റെ മുന്നിലാണ് സോ നമുക്ക് ഹോസ്റ്റൽ റൂംസ് ഒക്കെ കാണാം ഓക്കെ കം വിത്ത് മീ നമ്മൾ സ്റ്റുഡൻസിൻ്റെ ഹോസ്റ്റലിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണ് സോ ലെറ്റ്സ് ഗോ യാ ഇത്രയും വൃത്തിയുള്ള ഒരു ഹോസ്റ്റൽസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ പോലും എന്ത് ചെയ്യാൻ പറ്റൂല കാണാൻ പറ്റൂല സോ നീറ്റ് Grocery store for the okay students. and what is the cleaning criteria how many people there for the cleaning because Cleaning it's for very cleaning good is clean very there are particular persons who clean every floor. So every floor is assigned with the different cleaners. സോ ഇവിടുത്തെ ക്ലീൻ മാനേജ്മെന്റ് അടിപൊളിയാണ് ഒരു ഹോസ്റ്റൽ ഇത്രയും നന്നായിട്ട് കിടക്കുന്നത് ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല സോ ഹോസ്റ്റലിൽ തന്നെ തൊട്ട് താഴെ യു ക്യാൻ പാസ് നോ പ്രോബ്ലം പാസ് സോ ഹോസ്റ്റലിൽ തന്നെ തൊട്ട് താഴെ കുട്ടികൾക്കൊരു ഗ്രോസറി ഷോപ്പ് ഉണ്ട് സോ അവർക്ക് എവിടെയും പോകണ്ട ഹോസ്റ്റലിൻ്റെ മേലെ ഇരുന്ന് പഠിക്കുക താഴെ വന്നിട്ട് സാധനങ്ങൾ വാങ്ങുക കഴിക്കുക അത്രേ ഉള്ളൂ ഹായ് സോ ഇവിടെ ഇഞ്ചി വെളുത്തുള്ളി തക്കാളി മുതൽ കുട്ടികൾക്ക് സ്നാക്സ് മുതലായ എല്ലാ സാധനങ്ങളും ഉണ്ട് സോ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞത് ആൽക്കഹോളിക് ഡ്രിങ്ക്സ് അല്ല നോർമൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ് സോ ഇത്രയും ഫെസിലിറ്റീസ് ഉള്ള ഒരു ഇതന്നെ അതായത് ഗ്രോസറി ഷോപ്പിന് അടിയിലുണ്ട് ഹായ് സവൂത്തബെ ഹായ് നമ്മളിവിടെ ക്ലീൻ ആക്കി വെക്കുന്ന ലേഡിനെ കണ്ടിട്ടുണ്ട് ഹായ് അഡാവ് സോ നമ്മൾ റൂംസിലോട്ട് പോവാം We have lift also, but
യാ നമുക്ക് ആക്ച്വലി സ്റ്റുഡൻസിന് ലിഫ്റ്റ് ഉണ്ട്, പക്ഷെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ പോണ കാരണം ലിഫ്റ്റ് എടുക്കുന്നില്ല. And laundry you are using, or? Yeah, we are using laundry. Laundry is And they will do it for us. yeah, everything will be dried and cleaned up. We'll get it. They will do that. Yeah, everything will be good. Okay. So this is common area. And Let's just we go to. Does it have any other expenses for that? No, laundry? for the laundry, it will be hardly 3 manat or 4 manat. Depends on your clothes. യാ സോ ഇത് കോമൺ ഏരിയ ആണ് സ്റ്റുഡൻസിന് വെയിറ്റ് ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത്. നമുക്ക് തൊട്ട് മേലത്തെ റൂമിലോട്ട് this floor, right? Yeah. സോ ഇത്രയും നീറ്റ് ആയിട്ടുള്ള ഒരു ഹോസ്റ്റൽ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. സോ ദാറ്റ് മച്ച് നീറ്റ്ലി ദേ ആർ യൂസിങ് ഇറ്റ്. Yeah. Students have fridge here. They have rooms here. പക്ഷേ റൂംസ് നല്ലതായിരിക്കും, പക്ഷേ റൂംസിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. കാരണം നമ്മൾ മലയാളികളും ഇന്ത്യക്കാരൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത്. സോ അത് നമുക്ക് കണ്ടറിയണം. ലെറ്റ്സ് ഗോ. സോ സ്റ്റുഡൻസ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന റൂമാണ്. സോ ഇച്ചിരി അലമ്പായിട്ടും കിടക്കുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. How are you, brother? These are Malayalis only. പേരെന്താണ്? സംഗീത്. നാട്ടിലെവിടെ? ആലപ്പുഴയിൽ സംഗീത്. അനന്തു. നാട്ടിലെവിടെ? ആലപ്പുഴ. ഓക്കെ. സോ ഇതാണ് അവരുടെ റൂംസ്. അവർക്ക് കബോർഡ്സും കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ഈ സൈഡിലും ഉണ്ട്. പിന്നെ യൂസ് ചെയ്യാൻ കെറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ ടോയ്ലറ്റും മറ്റു ഫെസിലിറ്റീസും എന്തുണ്ട് അവൈലബിൾ ആണ്. സോ ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ഇവർക്ക് കിച്ചൺ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുക്ക് ചെയ്യാനുള്ള കിച്ചൺ ഉണ്ട്. അപ്പോൾ താഴത്തെ അവർക്ക് എന്ത് ചെയ്യുക, ക്യാൻറ്റീനിൽ വളരെ മിതമായ നിരക്കിൽ ഫുഡ് കൊടുക്കുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് ബേണറിലൂടെ എന്ത് ചെയ്യാം, അവർക്ക് കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റും എന്നുള്ളതാണ് വേറൊരു കാര്യം. സോ കം ലെറ്റ്സ് ഗോ. സോ വെർ ഈസ് ദ ടോയ്ലറ്റ്സ് ഹിയർ? Toilets, everyone have their separate toilets. സോ എവരിവൺ ഹാവ് ദ സെപ്പറേറ്റ് ടോയ്ലറ്റ്സ്. അതായത് ഓരോ റൂമിലും അറ്റാച്ച്ഡ് ടോയ്ലറ്റ്സ് ഉണ്ട്. പക്ഷെ ഞാൻ അതിൻ്റെ ഉൾഭാഗം എടുക്കുന്നില്ല, കാരണം നമ്മൾ ഇന്ത്യൻ സ്റ്റുഡൻസ് യൂസ് ചെയ്യുന്നതല്ലേ. സോ എല്ലാ റൂമിനും അറ്റാച്ച്ഡ് ടോയ്ലറ്റ്സും ഫെസിലിറ്റീസും കാര്യങ്ങളും. നമ്മളിപ്പോൾ ഉള്ളത് വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ മെസ്സിൻ്റെ ഉള്ളിലാണ്. സോ മെസ്സ് എങ്ങനെയാണെന്നുള്ളത് അറിയാം. സോ നമുക്ക് മെസ്സ് കാണുമല്ലേ? കം കം കം. സോ ആക്ച്വലി വളരെ വലുപ്പമുള്ള ഒരു ക്യാമ്പസാണിത്. നമുക്ക് മെസ്സിൻ്റെ ഉള്ളിലോട്ട് പോകാം, മെസ്സിൻ്റെ സൗകര്യങ്ങൾ കാണാം. സോ ഇതൊക്കെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. ദിസ് ഓൾ ഫോർ ദ സ്റ്റുഡൻസ്, Yes, റൈറ്റ്? it's all for the students. Aha. Here we get a lot And of what is the time? Morning food, morning evening, it will start lunch? from 8 o'clock and then you have the night dinner also at it will end at 8 o'clock. 8 What to about 8. lunch? Lunch is also good. You can get varieties of food here. So it's very good. സോ രാവിലെ 8 മണി മുതൽ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും, ലാസ്റ്റ് വരെ, അതായത് അവർക്ക് ഡിന്നർ വരെ ഫുഡ് അവൈലബിൾ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഫോർക്കും സെറ്റും സാധനങ്ങളൊക്കെ എടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ഒരുപാട് പലഹാരങ്ങളുണ്ട്, ഡെസേർട്സിന് അത് നമുക്ക് എടുക്കാം. എന്നിട്ട് ഇങ്ങനെ പോയതിന് ശേഷം ഇതിപ്പോൾ ഞങ്ങൾ ടൈം കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ, അതുകൊണ്ട് കുട്ടികളൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് എണീറ്റ് പോയിട്ടുണ്ട്. സോ കുറച്ചുകൂടി ബാക്ക് ചെയ്ത് നിർത്തും ലോങ് ലൈൻ. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇപ്പോൾ കുറച്ച് സോസേജും എഗ്ഗും മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളൂ. അത് നമുക്ക് എന്ത് ചെയ്യാം, എടുത്ത് കഴിച്ചിട്ട് അങ്ങനെ പോകാൻ പറ്റും. പിന്നെ ഇവിടെ എത്തുന്നതോട് കൂടിയിട്ട് കോഫി, ജ്യൂസസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഷോദ ഹായ്. അങ്ങനെ എടുത്തിട്ട് നമുക്ക് അങ്ങനെ പോകാൻ പറ്റും. സോ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ബ്രെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇങ്ങനെയാണ്. Here everything is with bread. It tastes good, like it's very tasty. You can take one piece of bread with every this kind of meal, and then you can have with it. ഓക്കെ. ഇവിടെ ബ്രെഡ് മാത്രമല്ല കേട്ടുള്ളത്, എൻ്റെ കൈ കാരണം അത് പോകുന്നുണ്ട്. ഇവിടെ ബ്രെഡ് മാത്രമല്ല കേട്ടുള്ളത്, ഇവിടെ എല്ലാ നാഷണാലിറ്റീസിനും സ്റ്റുഡൻസിനും വേണ്ടിയിട്ട്, അതായത് ചിക്കൻ്റെ ഫുഡ്, അതേപോലെ എഗ്ഗ്, വെജിറ്റേറിയൻ തുടങ്ങി എല്ലാ ഫുഡും കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ അവൈലബിൾ എന്നുണ്ട്. ആൻഡ് ഇതിനെങ്ങനെ പ്രൈസ് വരുന്നു? വാട്ട് ഈസ് ദ മന്ത്ലി ഫീസ് ഫോർ ദ മെസ്? There's no monthly mess fees. You can buy each meal and it's very cheap. It's not that expensive. It's very സോ അതായത് നമുക്ക് ഇവിടെ തന്നെ എന്ത് ചെയ്യാം, ഭക്ഷണം കഴിച്ചിട്ട് അപ്പം തന്നെ കൊടുക്കാം. സോ ആക്ച്വലി ഇത് ഇവിടെ താമസിക്കുന്ന
സ്റ്റുഡൻസിനും ഇവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനും അത് ഏത് നാഷണാലിറ്റി ആയിക്കോട്ടെ അവർക്കൊക്കെ വേണ്ടി കഴിക്കാനുള്ള വളരെ കുറഞ്ഞ ചെലവിൽ ഫുഡ് കൊടുക്കുന്ന ക്യാൻറ്റീനാണ്. സോ സ്റ്റുഡൻസിന് സ്വന്തമായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇഫ് സോ അവർക്ക് സ്വന്തമായിട്ട് കുക്ക് ചെയ്യണമെങ്കിൽ ഹോസ്റ്റലിൽ ഫെസിലിറ്റീസ് ഉണ്ട്. ബട്ട് അവർക്ക് എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനും അവസരമുണ്ട്. സോ നമ്മൾ വീണ്ടും തിരിച്ച് ഇവിടെ ക്യാമ്പസിലോട്ട് തന്നെ തിരിച്ചെത്തിക്കുകയാണ്. സോ വി ക്യാൻ സി ഇതാണ് ഒരു അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, റൈറ്റ്? Yeah, this is agriculture. സോ ദിസ് ബിൽഡിംഗ് ദ ഗ്രൗണ്ട് ഫ്ലോർ ഫോർ ദ കിച്ചൺ This ആൻഡ് ground floor is for kitchen, and it's this the boys' dorm. It's mixed here, the girls and boys. So here you get the laundry. Here it's kitchen. There you have a grocery store as well for the students, and there you have gym and then saloon, everything. സോ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന കെട്ടിടം എന്ന് പറയുന്നത് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, അതായത് വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ ഹോസ്റ്റൽ കെട്ടിടത്തിൻ്റെ ഉള്ളിലാണ്. ബൈ ഗോഡ്സ് സേക്ക് ഞാൻ പറയട്ടെ, ഞാൻ ഇത്രയും വലിയൊരു ഹോസ്റ്റൽ സമുച്ചയം ഇത്ര വൃത്തിയിൽ കണ്ടിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കുന്ന് ഒരു 4 മണിക്കൂർ ഡിസ്റ്റൻസ് ഇവിടേക്ക് വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ലാൻഡ് ഏരിയ ഉണ്ട് ഇവർക്ക്. ആ ലാൻഡ് ഏരിയയിൽ മൊത്തം കുട്ടികൾക്ക് ഒരു യൂണിവേഴ്സിറ്റി സമുച്ചയം തന്നെ കൊടുത്തിട്ടുണ്ട്. സോ ഈ സൈഡിൽ ബോയ്സ് താമസിക്കുന്നുണ്ട്, ഈ സൈഡിൽ ഗേൾസ് താമസിക്കുന്നുണ്ട്. അവർക്കൊക്കെ സെപ്പറേറ്റ് എൻട്രൻസ് ആണ്, സെപ്പറേറ്റ് എക്സിറ്റ് ആണ് വരുന്നത്. പിന്നെ പോരാത്തതിന് ഇവിടെ ലോണ്ട്രി സൗകര്യങ്ങളുണ്ട്. പിന്നെ കുട്ടികൾക്ക് ജിമ്മും മറ്റു കാര്യങ്ങൾക്കും അവിടെ സൗകര്യങ്ങളുണ്ട്. പിന്നെ പുറത്തേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. അവർക്ക് എന്തെങ്കിലും ഇനിയിപ്പോൾ സെൽഫായിട്ട് കുക്ക് ചെയ്യാനോ മറ്റു കാര്യങ്ങൾക്കോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രോസറി ഷോപ്പും ഇതിൻ്റെ അടിയിൽ തന്നെ വരുന്നുണ്ട്. സോ വാട്ട് എ ബിഗ് ഇറ്റ്സ്. അതായത് ഇത്രയും വലിയൊരു ഹോസ്റ്റല് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അതായത് പല സ്ഥലത്തും ഹോസ്റ്റൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കെട്ടിടം ഉണ്ടാവും. ആ കെട്ടിടത്തിനകത്ത് ചിലപ്പോൾ 2-3 നിലകളിലൊക്കെ ആയിട്ട് ഉണ്ടാവുക. ഭയങ്കര മോശമായിട്ടായിരിക്കും. ഇവിടെ അങ്ങനെയല്ല. ഹൗ മെനി പീപ്പിൾസ് ആർ ഷെയറിങ് ഇൻ വൺ റൂം? In one room there are 2 members. And if you are with the friends, you want to stay together, then you will get three members. Three beds. ആക്ച്വലി ഒരു റൂമിൽ 2 പേര് എന്നുള്ള രീതിയിലാണ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് ഇനിയിപ്പോൾ 3 പേരോ 4 പേരോ ഒക്കെ ആയിട്ട് ഒരുമിച്ച് നിൽക്കണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. സോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ഷെയറിങ്ങിൽ ഇത്രയും നല്ല ഫെസിലിറ്റീസിൽ ഒരു സ്റ്റുഡൻസിന് നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് വെരി ഗുഡ് ഹിയർ. നമുക്ക് അങ്ങനെ തന്നെ പറയാൻ പറ്റും. സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ബിൽഡിങ്ങിലോട്ട് പോവാം. So you guys are sitting here in night time, right? In night it's very good to sit here. Okay. So അത്രയധികം ഫെസിലിറ്റീസ് ഉണ്ട്. അതായത് കുട്ടികൾക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് റിലാക്സ്ഡ് ആവാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പറ്റുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ നോ സ്മോക്കിംഗ് തുടങ്ങിയ യാതൊരുവിധ ലഹരി കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റുഡൻസിന് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ സെക്യൂരിറ്റി ചേട്ടന്മാരുണ്ട്. സോ സെക്യൂരിറ്റി ചേട്ടന്മാരെ നമുക്ക് കാണാം. ഇവരാണ് നമ്മൾ കുട്ടികളുടെ സുരക്ഷിതത്വമായിട്ട് നോക്കേണ്ടത്. ഹായ് ഹായ്. നമുക്ക് വളരെ ഗടാഗടിയന്മാരായിട്ടുള്ള 4 സെക്യൂരിറ്റി ചേട്ടന്മാരുണ്ട്. സോ ഇവരാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്, പോകുന്നതും വരുന്നതും. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കുട്ടികൾ മോശമായിട്ട് എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോയെന്നോ മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാർ. സോ ഇത്രയാണ് കാര്യങ്ങൾ. സോ വീണ്ടും നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളതാണ്, നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നമുക്കിനി അടുത്ത ബിൽഡിങ് കാണാം. നമ്മളിപ്പോൾ സ്റ്റുഡൻസിൻ്റെ ജിമ്മിലോട്ട് പോവുകയാണ്. അതായത് ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കുള്ള ജിം ഫെസിലിറ്റീസ് ആണ്. സോ അത്യാവശ്യം നല്ല പാടുള്ള ജിമ്മിൻ്റെ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സോ പ്ലസ് എല്ലാ തരത്തിലുള്ള ജിം എക്യുപ്മെൻറ്റ്സ് ഇവിടെ ഉണ്ട്. അവർക്ക് കാർഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ട്രെഡ്മില്ലുണ്ട്. പിന്നെ free for hostel students. Completely free for the hostel students, right? So here the table tennis, right? Yeah. സോ ടേബിൾ ടെന്നീസ് നമുക്ക് ഇവിടെ കളിക്കാൻ പറ്റും. സോ ഇവിടെ നിന്നുള്ള എല്ലാ ജിം എക്യുപ്മെൻസും ഉണ്ട്. 2-3 ട്രെഡ്മിൽ തന്നെ ഉണ്ട്. പിന്നെ സൈക്ലിംഗ് ചെയ്യുന്ന പോലെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതർ ഫെസിലിറ്റി. സോ ഇങ്ങനെ നമുക്ക് പുറത്തേക്ക് പോവാം. സോ നമ്മളിപ്പോൾ കുട്ടികളുടെ ജിം സൗകര്യങ്ങൾ കണ്ടിട്ടുണ്ട്. നമുക്ക് പുറത്തോട്ട് പോകാം. So where we are going next time, brother? Next we'll go for laundry. Let's see the laundry. Where is it? We should make it quick, okay? Yeah. Because we want to go see the fields and everywhere. So നമ്മളിപ്പോൾ സ്റ്റുഡൻസിൻ്റെ ഹോസ്റ്റലിൽ തന്നെ ലോണ്ട്രി കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. So where is the laundry, brother? Here. This is your laundry. This is the laundry, right? Yeah. So ഇതുവരുടെ laundry room ആണ്. So we can wash here or they will No, they will wash. They will do everything and give it to you. Yeah.
സോ ഇത് സ്റ്റുഡൻസിൻ്റെ ലോണ്ടറി ഏരിയ ആണ്. സോ അതായത് വളരെ നിസ്സാരമായിട്ടുള്ള തുകയിൽ നമ്മളൊരു മാസം 2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ അലക്കി തുടച്ച് ഡ്രൈ ക്ലീനിങ് ചെയ്തിട്ട് എന്ത് ചെയ്യും Bring in നമുക്ക് this തിരിച്ചു kind of കൊണ്ടുതരും. packets and you Yeah. give it to them. നമ്മൾ ഇതേപോലെ പാക്കറ്റ്സിൽ കൊടുത്തിട്ട് തരിക ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് അവിടെ അയൺ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും കിട്ടും. അപ്പോൾ അവിടെ കുറേ ഷെൽഫും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കാണാൻ പറ്റും. സോ അത്യാവശ്യം നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും അവിടെ കാണുന്നുണ്ട്. പിന്നെ അത്യാവശ്യത്തിന് എന്തെങ്കിലും പൊട്ടലോ എന്തെങ്കിലുമൊക്കെ ഡ്രസ്സിനുണ്ടെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്യാനുള്ള ഫെസിലിറ്റീസും ഉണ്ട്. സോ ഓക്കെ ബ്രോ യു ക്യാൻ ഗോ. You can go. You can take. നീനിഷ് ഓക്കെ താങ്ക്സ്. ലോണ്ടറി ദിസ് ഏരിയ ഈസ് ഫൈൻ. Yeah, like if you show this all thing. ഓക്കെ ഓക്കെ സോ പ്ലീസ് കം. സോ ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും കുട്ടികളുടെ ഡ്രസ്സസും കാര്യങ്ങളൊക്കെ വളരെ വൃത്തിയായി വെരി നീറ്റ് ആൻഡ് ക്ലീനിൽ അവർ ടൈനി ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, ടൈഡ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. സോ അത് നമുക്കിവിടെ കാണാൻ പറ്റും. സോ കുട്ടികൾക്ക് അത് ചേഞ്ച് ചെയ്യാനും മറ്റു You can get ironed also the clothes. സോ അവിടുന്ന് അയൺ ചെയ്ത് കിട്ടും, അവിടുന്ന് തൂക്കിയിടും ഒക്കെ ചെയ്യും. അതാണ് അതായത് ഹാങ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ടാവും. സോ വലിയ ലോണ്ടറി, വലിയൊരു വാഷിംഗ് മെഷീൻ നമുക്ക് കാണാൻ പറ്റും. നമ്മളെ നാട്ടിൽ അങ്ങനെ കണ്ടുപരിചയമില്ല. സോ ഇത്രയൊക്കെയാണ് ഇവരുടെ ഹോസ്റ്റലിൻ്റെ വിശേഷങ്ങൾ. സോ നമുക്ക് ഇനി അടുത്ത കെട്ടിടത്തിലോട്ട് എന്ത് ചെയ്യുക പോകാം. ഇത് അസർബൈജാൻ്റെ ചരിത്രങ്ങൾ പറയുന്ന ഫോട്ടോസാണ്. അസർബൈജാൻ്റെ ഒരു ചരിത്രം, അസർബൈജാൻ്റെ ചരിത്രം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ മുമ്പ് പേർഷ്യൻ റൂൾ ചെയ്തിട്ടുണ്ട്, പിന്നെ റഷ്യ റൂൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവസാനം 1991 ഇവർക്ക് എന്ത് ചെയ്യുന്നത് ഫ്രീഡം കിട്ടുന്നത്. സോ അന്ന് ഇവർ പണിത ഇതിൻ്റെ ഒരു കാലക്രമേണ ഏത് വർഷമാണ് ഇതിൻ്റെ സ്റ്റാർട്ടായത് അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു ഉദ്ഘാടനം മറ്റു കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഇപ്പോൾ കാണിക്കുന്നത്. സോ I will go for library. ലൈബ്രറി വി ഡസ് ഇൻ ഇറ്റ് ബ്രദർ. നമുക്കിവിടെ ഫീൽഡ്സ് കാണാം, പിന്നെ ആ ഭാഗത്ത് കുതിര ഓടിപ്പോണ നമുക്ക് കാണാൻ പറ്റും സൂം ചെയ്തേക്ക്. സോ ഇത് കുതിരനെ വെക്കുന്ന ഹോഴ്സ് ഫീൽഡ്സ് ആണ്. സോ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹോഴ്സിനെ കാണാം, ഡോങ്കിനെ കാണാം, പിന്നെ ഇവിടെ കൾട്ടിവേഷൻ നടക്കുന്നുണ്ട്. സോ അങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സോ സ്റ്റുഡൻസിന് ജസ്റ്റ് ഒരു വെറ്റിനറി ക്യാമ്പസിൽ പഠിക്കുന്ന പോലെയല്ല, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്ന ഏരിയയാണ്. സോ ഐ എം സൈനിങ് ഓഫ്. സോ നിങ്ങൾക്ക് വെറ്റിനറി ക്യാമ്പസിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ കോൺടാക്ട് നമ്പർ ഇടാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിനകത്തോട്ട് ഇൻഫോർമേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. സോ ഞാൻ ഈ ഒരു ക്യാമ്പസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, അസർബൈജാനിൽ നിന്ന് ബാക്കുന്ന് 4 മണിക്കൂർ ട്രാവൽ ചെയ്തുള്ള ഈ വർഷം ഞങ്ങൾക്ക് പ്ലൻറ്റി ഓഫ് അഡ്മിഷൻസ് ആർ ദർ. സോ ഡോണ്ട് വെറി, അതായത് ഒരുപാട് കുട്ടികളുടെ എൻക്വയറീസ് ഉണ്ട് ഈ വർഷം. സോ ഒരുപാട് കുട്ടികളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാം. ഇവിടുന്ന് പഠിച്ച് ജർമ്മനിയിലോ യൂറോപ്പിലോ പോയിട്ട് ഇന്റേൺഷിപ്പ് ചെയ്യാം, വേണമെങ്കിൽ ഇന്ത്യയിലോ ഒന്ന് വർക്ക് ചെയ്യാം, അതല്ലെങ്കിൽ യൂറോപ്പിൽ സെറ്റിൽ ആവാം, എവിടെ വേണമെങ്കിലും പോകാം. സോ മൃഗങ്ങളെ സ്നേഹിക്കുന്ന വെറ്റിനറി അല്ലെങ്കിൽ അഗ്രികൾച്ചർ പഠിക്കാൻ താല്പര്യമുള്ള എല്ലാ കുട്ടികൾക്കും എന്ത് ചെയ്യുക, ബാക്കുന്ന് വെറും 4 മണിക്കൂർ മാത്രമേ സ്ഥലമുള്ള ഗഞ്ച എന്ന് പറഞ്ഞ സ്ഥലം, ഇവിടുന്ന് നാട്ടിലേക്ക് ഫ്ലൈറ്റ്സും അവൈലബിൾ ആണ്. സോ ആൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. സോ പ്ലീസ് കോൺടാക്ട് us. സോ ബൈ ബൈ. What's your name, brother? I'm Mohammed Sami. I'm from India, Bangalore. Mohammed Sami. Yeah, It's Mohammed a common cricket name player. Yeah. So my you're father from was which a area? very cricket fan, so So that's why he put it. സോ അവൻ്റെ പേര് സമീ എന്നാണ്. അപ്പോൾ ഞാൻ എന്താ പേര് എന്ന് ചോദിച്ചപ്പോൾ പറയണത് ഇത് മറ്റേ ഫാദറിന് ഇഷ്ടമായതുകൊണ്ടിട്ടാണ്. ഫാദർ ഭയങ്കര ക്രിക്കറ്റ് ഫാൻ അത്ര. സോ അനദർ തിങ്, ഹൗ മെനി പീപ്പിൾ ആർ ഹിയർ ഫ്രം ഇന്ത്യ നൗ? Now we are 11 to 12 people. 11 to 12 So we have a very good privilege here. Yeah, So everyone gives a lot of attention towards us. If we have any problems, anything like that. And how many from South India people? South India, we have 7 to 8 people. സോ ആക്ച്വലി ഇവർ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 കുട്ടികൾ ആൾറെഡി ഈ ഇൻടേക്കിൽ പഠിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം ഇപ്പം തന്നെ ആ 11 സ്റ്റുഡൻസിൻ്റെ എൻക്വയറി കഴിഞ്ഞിരിക്കുന്നു. സോ കഴിഞ്ഞ കൊല്ലം ഇതൊരു ഫ്രഷ് ആയിട്ട് മീൻസ് യൂണിവേഴ്സിറ്റി കുറേ പഴക്കമുള്ളതാണ്, പക്ഷേ ഇന്ത്യൻ വിദ്യാർത്ഥികൾ കഴിഞ്ഞു തുടങ്ങുന്നതാണ്. പക്ഷേ ഈ വർഷത്തോട് കൂടിയിട്ട് ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട്. കാരണം അത്ര നല്ല ക്യാമ്പസാണ്, ചെറിയ ഫീസുമാണ്, പിന്നെ ജർമ്മനിയിലോ യൂറോപ്പിലോ എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാനും പറ്റും. സോ ഈ വർഷം സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഒരുപാട് കുട്ടികളുണ്ട്, കേരളത്തിൽ നിന്നും മലയാളികളുണ്ട് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ. സോ ദെൻ വാട്ട് എബൌട്ട് ദ എഡ്യൂക്കേഷൻ സിസ്റ്റം ഹിയർ? Education system is very good. Very good. You can use like you can have the practical knowledge. Everything is good. For veterinary, it's mainly about the practical knowledge. So you have visited the farms, everything is there. Yeah. So the practical knowledge is good. Very good. The quality of education is good, I can say. And So whatever far, my experience is very good. and whatever we see in the hostels and everything is too perfect. Yeah, actually. it's too perfect. For actually, these kind of hostels are very rare. Very rare. I know. Everything with perfect. I traveled almost many countries regarding MBBS and nursing admissions, but this hostel is very good. We have all the facilities because everything will be kept very clean here. Yeah, Very clean, maintained. Everything will be maintained. So
So what is the full name of the university actually? This is ADAU, Azerbaijan Daulat Agrar University. Daulat Agrar. Daulat Agrar University. So And, this is the agriculture university, and it's a very old university. Okay. More than 100 years, I think. So when you started the university? This is very old university, like the 100 years before, 108 years, 18 years. 1900-നൊക്കെ മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ക്യാമ്പസാണ്. അതിൻ്റെ വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. സോ ഇത് ഗഞ്ച എന്ന് പറയുന്നത് ഇവരുടെ ഓൾഡ് സിറ്റിയാണ്. സോ അത് റിലേറ്റഡ് ആയിട്ടാണ്. സോ Yeah. all the best for your future. Thank you. Thank you. Okay.